മനോഹരമായിട്ട് അതിന്റെ ഒറിജിനൽ ഏറ്റവും അത്യാകർഷകമായി പ്രദർശിപ്പിക്കാവുന്ന വിധം അത് ശേഖരിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ എഴുത്ത് പല രൂപത്തിലാണ്. അല്ലാഹു തആല എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പേനയും കടലാസും ഉപയോഗിച്ചിട്ടാണ് എന്ന് നമ്മൾ ധരിച്ചു പോകരുത്. അതെങ്ങനെയാണെന്ന് അല്ലാഹു തആലക്ക് മാത്രമേ അറിയുള്ളൂ. ഏതായിരുന്നാലും അത് വളരെ സൂക്ഷ്മമായിട്ട് എഴുതി വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം അല്ലാഹു തആല തീർച്ചയായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഏത് അമലുകൾ ചെയ്യുമ്പോഴും അതിന് റെക്കോർഡുണ്ടാകും. നിങ്ങൾ വിചാരിക്കണ്ട ഇതാരും അറിയാൻ പോകുന്നില്ല എന്ന്. ഇത് വിസ്മരിക്കപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കണ്ട. എല്ലാം അല്ലാഹു തആലയുടെ റെക്കോർഡിൽ ഉണ്ടാകും. അത് നാളെ അല്ലാഹു തആല വിചാരണ നാളിൽ കൊണ്ടുവരും. മനുഷ്യൻ എന്തൊക്കെയാണോ കൊണ്ടുവന്നത് അതൊത്രയും നാം എഴുതി വെക്കുക തന്നെ ചെയ്യും. അതിന്റെ അസറുകളെയും എഴുതി വെക്കും. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ഈ പ്രവൃത്തികളുണ്ടല്ലോ, നമ്മുടെ പ്രവൃത്തികളും നാം കൊണ്ടുവന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് മാത്രമല്ല അല്ലാഹ് എഴുതി വെക്കുക, ഇതിന്റെ ഫലങ്ങളും എഴുതി വെക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. അത് സൽക്കർമ്മം ചെയ്യണവർക്ക് നല്ലതാണ്. കാരണം അവർ സൽക്കർമ്മം ചെയ്താൽ ആ സൽക്കർമ്മം അവർക്ക് വേണ്ടി എഴുതി വെക്കും. അവസാനം അതിന്റെ ഫലമായിട്ട് ആരൊക്കെ എന്തൊക്കെ സൽക്കർമ്മം ചെയ്യുന്നോ അത് മുഴുവനും അല്ലാഹു തആല ഇവന്റെ റെക്കോർഡിൽ എഴുതി വെക്കും. അപ്പൊ സൽക്കർമ്മം ചെയ്യുന്നവർക്ക് അല്ലാഹു തആല ഈ പറഞ്ഞത് വലിയൊരു സന്തോഷ വാർത്തയാണ്. നിങ്ങളൊരു പുണ്യകർമ്മം ചെയ്താൽ ആ പുണ്യകർമ്മത്തെ അനുകരിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ആ പുണ്യകർമ്മം ചെയ്യുന്നുവോ അതൊക്കെ ഇതിന്റെ അനന്തരഫലങ്ങളാണ്. ആ ഫലങ്ങളുടെ മുഴുവനും പ്രതിഫലം നിങ്ങളുടെ റെക്കോർഡിൽ അല്ലാഹു തആല എഴുതി വെക്കുന്ന പറഞ്ഞാൽ അത് വലിയ സന്തോഷ വാർത്തയല്ലേ? അപ്പൊ നാം ഒരു അമല് ചെയ്താൽ നമ്മുടെ അമല് മാത്രമല്ല നമുക്ക് കിട്ടുക, അത് അനുകരിക്കുന്ന ആ സൽക്കർമ്മം അനുകരിക്കുന്ന ആളുകളുടെ മുഴുവൻ അമല് കിട്ടും. നാം ഒരു ഇൽമു പഠിപ്പിച്ചു കൊടുത്താൽ ആ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതല്ല, അതിനെ അനുകരിച്ചുകൊണ്ട് ആരൊക്കെ പിന്തുടർന്ന് ഏത് കാലം വരെ പഠിച്ചോ അതിന്റെ മുഴുവനും പ്രതിഫലം നമുക്ക് കിട്ടും. നാം ഒരു സ്ഥാപനം ഉണ്ടാക്കിയാൽ, ഒരു കോളേജ് ഉണ്ടാക്കിയ പ്രതിഫലമല്ല നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇത് നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ നിന്ന് ആര് ഇൽമു പഠിച്ചാലും അതിന്റെ പ്രതിഫലം ആദ്യമായിട്ട് ആരാണോ ഇതിനു വേണ്ടി അധ്വാനിച്ചത്, ആരാണോ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്, ആരാണോ ഇത് സ്ഥാപിച്ചത്, ആരാണോ ഇത് സംവിധാനിച്ചത്, ആരാണോ നല്ല നിയ്യത്തോടെ നടത്തിക്കൊണ്ടുപോയത് അവർക്ക് കാലാകാലങ്ങളിൽ ഇത് നിലനിൽക്കുന്ന കാലത്തോളം, അതിൽ ഇൽമു നടക്കുന്ന കാലത്തോളം അതിന്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കും. കാരണം അതൊക്കെ ഇവരുടെ റെക്കോർഡിൽ അല്ലാഹു തആല എഴുതി വെക്കും. വനക്തുബുമാ ഖദ്ദമൂ വആസാറഹു, അവർ കൊണ്ടുവന്നതും അതിന്റെ ഫലങ്ങളും അല്ലാഹു തആല ഇവരുടെ റെക്കോർഡിൽ എഴുതി വെക്കുക തന്നെ ചെയ്യുന്ന അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആയത്ത് ഏറ്റവും വലിയ ഭീഷണി തെറ്റ് ചെയ്യുന്നവർക്കാണ്. കാരണം എന്തുകൊണ്ട്? അതും അങ്ങനെ തന്നെയാണ്. ഒരാൾ തെറ്റ് ചെയ്താൽ, ആരും അറിയാതെ സ്വകാര്യമായിട്ട് തെറ്റ് ചെയ്താൽ, അല്ലാഹു തആലയോട് ആത്മാർത്ഥമായിട്ടും തൗബ ചെയ്താൽ അല്ലാഹു തആല പുറത്തു കൊടുത്ത് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ ഒരു തെറ്റ് പരസ്യമായിട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു തെറ്റിന് ലോകത്തവൻ മാതൃകയായി കഴിഞ്ഞാൽ ഇവൻ തൗബ ചെയ്താലും രക്ഷപ്പെടാൻ പോണില്ല. എന്താ കാരണം? ഇവൻ തൗബ ചെയ്തുകൊണ്ട് ചിലപ്പോൾ അവന്റെ കുറ്റം പൊറുക്കും. പക്ഷെ ഇതിന്റെ അനന്തരഫലമായിട്ട് ഈ തെറ്റിനെ അനുകരിക്കുന്നവർ, ഇവൻ കാരണമായിട്ട് ആ തെറ്റ് ചെയ്ത ആളുകളുടെ മുഴുവൻ കുറ്റം ഇവന്റെ അടുത്ത് വരൂലേ? അത് അവന്റെ റെക്കോർഡിൽ ഉണ്ടാവില്ലേ? അവൻ രക്ഷപ്പെടാൻ കഴിയോ? അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. പരസ്യമായിട്ട് തെറ്റ് ചെയ്യരുത്. സ്വകാര്യമായിട്ട് തെറ്റ് ചെയ്യണം എന്നല്ല പറഞ്ഞത്, പക്ഷേ പരസ്യമായിട്ട് ചെയ്യുന്നതിന് വലിയ ആപത്താണ്. സ്വകാര്യമായിട്ട് നമ്മൾ ചെയ്താൽ, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായി ഒരു നിമിഷത്തിൽ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി, മേലാൽ ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല എന്ന് അസ്മ ചെയ്ത് ഉറപ്പിച്ച് ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു തആല പൊറുക്കും. പക്ഷേ പരസ്യമായിട്ട് തെറ്റ് ചെയ്താലോ ഇതിനെ തുടർന്നു വരുന്ന ആളുകളുടെ മുഴുവനും കുറ്റം ഇവൻ പേരേണ്ടി വരില്ലേ? അപ്പൊ ഒരിക്കലും നാം തെറ്റിന് മാതൃകയായി കൂടാ. ദീനിനെ പരസ്യമായിട്ട് നിന്ദിക്കുന്ന രൂപത്തിൽ നാം തെറ്റുകൾ ചെയ്തുകൂടാ. ഒരിക്കലും ജനങ്ങളുടെ ഇടയിൽ നിന്ന് തെറ്റാണെന്ന് തോന്നുന്ന ഒരു കാര്യവും ചെയ്തു പോകരുത്. കാരണം മറ്റുള്ളവരെ മാതൃകയാക്കും. വളരെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലൊന്നും, കുട്ടികൾ ശ്രദ്ധിക്കുന്ന രൂപത്തിലൊന്നും നമ്മൾ തെറ്റുകൾ ചെയ്തു പോകരുത്. എന്തായിരിക്കും എന്റെ അതാപ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര ആളുകളുണ്ട് മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്നവർ, കുട്ടികൾക്ക് മയക്കുമരുന്ന് വീട് കൊടുത്തുകൊണ്ട് വലിപ്പിക്കുന്നവർ. അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു കാലത്ത് ചിലപ്പോൾ അവർ ഖേദിച്ച് പഠിച്ചോനെ ഞങ്ങൾ തെറ്റായി ചെയ്ത് തെറ്റായി അവർക്ക് ഖേദം തോന്നിയെന്ന് വരും. പക്ഷേ രക്ഷപ്പെടാൻ കഴിയോ? ഇതിനെ അനുകരിച്ചിട്ട് എത്രയോ ആളുകളുടെ ചെറുപ്പക്കാരിൽ ഇത് പ്രചരിച്ചു പോയിട്ടുണ്ടാവില്ലേ? നഊദു ബില്ലാഹ്, അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. ഈ ആയത്ത് അല്ലാഹു തആല തെറ്റുകാർക്ക് വലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല വലിയ സന്തോഷവും ഈ ആയത്തിലൂടെ നൽകുന്നുണ്ട്. വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, അവർ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളെയും നാം എഴുതി വെക്കും, അതിന്റെ അനന്തര ഫലങ്ങളെയും എഴുതി വെക്കും.
അനന്തരഫലം എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഞാനീ പറഞ്ഞത് തന്നെ, അതായത് അതിനെ അനുകരിച്ചിട്ട് അതിനെ പിന്തുടർന്നിട്ട് ആരൊക്കെ ചെയ്യുന്നോ അതൊക്കെ ഇതിന്റെ അനന്തരഫലാണ്. മറ്റൊരർത്ഥത്തിൽ ആധാറുകൾക്ക് വേറെ അർത്ഥമുണ്ട്. ഈ കർമ്മങ്ങളുടെ അസറുകള് ഈ തൊട്ട സ്ഥലത്തൊക്കെ ഉണ്ടാവുമല്ലോ, അതും അല്ലാഹു തആല എഴുതി വെക്കും. അതും സന്തോഷ വാർത്തയാണ് സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക്. കാരണം നാം ഒരു സ്ഥലത്ത് നിസ്കരിച്ചാൽ ആ നിസ്കരിച്ച സ്ഥലം, സുജൂദിന്റെ സമയത്ത് കൈവച്ച സ്ഥലം, നെറ്റിത്തടം വെച്ച സ്ഥലം, അതൊക്കെ റെക്കോർഡിലുണ്ടാവും. ആ സ്ഥലം മുഴുവനും മഹ്ശറയിൽ അവന് വേണ്ടി സാക്ഷി നിൽക്കും. നിങ്ങൾ വിശുദ്ധ ഖുർആൻ നോക്കിയിട്ട് ഇങ്ങനെ പാരായണം ചെയ്താൽ നിങ്ങളുടെ ദൃഷ്ടി പതിഞ്ഞതിന്റെ ഫലം, അതിന്റെ അസർ ഈ ഖുർആനിലുണ്ടാകും. നിങ്ങളിത് കൈവച്ചാൽ നിങ്ങൾ കൈവച്ചതിന്റെ അസർ ഖുർആനിലുണ്ടാകും. നിങ്ങൾ റമദാൻ ശരീഫിൽ ഖുർആൻ ഓതാൻ വേണ്ടി മുസാഫ് കയ്യിലെടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യാ മുസാഫിൽ വെച്ചാൽ ആ കൈ വെച്ചതിന്റെ അസർ മുസാഫിൽ ഉണ്ടാകും. നാളെ മഹ്ശറയിൽ വരുമ്പോൾ ഈ ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി നിൽക്കും അല്ലാഹുവിന്റെ മുന്നിൽ. അപ്പൊ എവിടെയൊക്കെ നിങ്ങൾ നമസ്കരിക്കുന്നുവോ ആ സ്ഥലങ്ങൾ മുഴുവനും നിങ്ങൾക്ക് സാക്ഷിയാണ്. ഏതൊക്കെ നിസ്കാരപ്പായിൽ നിങ്ങൾ സുജൂദ് ചെയ്യുന്നോ ആ നിസ്കാരപ്പായകൾ മുഴുവനും നിങ്ങൾക്ക് സാക്ഷിയാണ്. എവിടെയൊക്കെ നിങ്ങൾ ഇബാദത്തിന് വേണ്ടി നടന്നു പോകുന്നുവോ ആ കാലടിപ്പാടുകൾ മുഴുവനും നിങ്ങൾക്ക് സാക്ഷിയാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളിൽ പ്രമുഖ ഗോത്രമായിരുന്നു ബനൂ സലമ ഗോത്രക്കാർ. അവര് മദീനയിൽ താമസിച്ചിരുന്നത് മദീന പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരെ മദീനയുടെ പ്രാന്ത പ്രദേശത്തായിരുന്നു. ഒരു സമയത്ത് ദൂരെ നിന്നവർക്ക് ജമാഅത്തിന് വരണമായിരുന്നു. പള്ളിയുടെ സമീപത്തുള്ള ഒരു കുറഞ്ഞ സ്ഥലം ഒഴിവ് കിട്ടിയപ്പോൾ ആ സ്ഥലം വിൽപ്പനക്ക് വെച്ചപ്പോൾ ബനൂ സലമ ഗോത്രക്കാർ ആഗ്രഹിച്ചു, നമ്മുടെ വീട് ദൂരെയുള്ള സ്ഥലത്തുള്ള വീട് ഉപേക്ഷിച്ചിട്ട് മദീനയുടെ പള്ളിയുടെ അരികിലേക്ക് താമസം മാറ്റാൻ. അതാർക്കും ആഗ്രഹം ഉണ്ടാവല്ലോ, പള്ളിയുടെ അടുത്ത സ്ഥലം കിട്ടിയാൽ നമുക്ക് താല്പര്യമല്ലേ, എപ്പോഴും പള്ളിയിൽ പോകാൻ നിസ്കരിക്കാൻ സൗകര്യമാണല്ലോ. അങ്ങനെ ബനൂ സലമക്കാര് ഇതന്വേഷിച്ചു ഈ സ്ഥലം. എന്തിനവരുടെ താമസം പള്ളിന്റെ അടുത്തേക്ക് മാറ്റാൻ വേണ്ടി. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. അവരിൽപ്പെട്ട പ്രമുഖനായ ഒരു വ്യക്തി ജമാഅത്തിന് നിസ്കരിക്കാൻ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളിങ്ങനെ പള്ളിന്റെ അടുത്തേക്ക് താമസം മാറ്റണം എന്ന അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അതേ റസൂലെ, എന്നാൽ ഞങ്ങൾക്ക് വേഗത്തിൽ ജമാഅത്തിന് വരാനോ, സൗകര്യമായിരിക്കും പള്ളിന്റെ അടുത്തായിരുന്നാൽ അത് ഉദ്ദേശിച്ചിട്ടാണെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട, യാ ബനീ സലമ ദിയാറക്കും തുക്തബ് ആസാറുക്കും, യാ ബനീ സലമ ദിയാറക്കും തുക്തബ് ആസാറുക്കും, ദിയാറക്കും തുക്തബ് ആസാറുക്കും. 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനൂ സലമക്കാരെ നിങ്ങൾ വീടിപ്പുള്ള സ്ഥലത്താണ് നിന്നോട്ടെ. എന്താ കാരണം? തുക്തബ് ആസാറുക്കും, നിങ്ങളുടെ അസറുകൾ എഴുതപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതായത് നിങ്ങൾ 1.5 കിലോമീറ്റർ ദൂരെ നിന്നാണ് പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ആ ജമാഅത്തിന് വേണ്ടി വരുമ്പോൾ വെക്കുന്ന ഓരോ ചവിട്ടടിപ്പാടികളും അല്ലാഹുവിന്റെ റിക്കാർഡിലുണ്ട്. നിങ്ങൾ 100 അടി ചവിട്ടി നടന്നിട്ടാണ് പള്ളിയിൽ വരുന്നതെങ്കിൽ 100 അടി ചവിട്ടിയതിന്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ പള്ളിയുടെ അടുത്തായാൽ അത് 10 അടി കൊണ്ട് പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതിഫലം കുറഞ്ഞു പോവില്ലേ? അപ്പോ നിങ്ങൾ എത്ര ദൂരത്താണോ അത്രയും ആ ചവിട്ടടിപ്പാതകൾ റെക്കോർഡിലുണ്ടാകും, അല്ലാഹു തആല എഴുതി വെക്കുന്നുണ്ട്. അതാണ് അസർ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ തൊട്ടീനൊക്കെ അസർ ഉണ്ടാവും, നമ്മൾക്ക് കാണാൻ പറ്റൂല. നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അസർ ഉണ്ടാവുമല്ലോ. നിങ്ങളൊരു പൊരിയിലെ കള്ളം കടന്നാല് പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂലേ? പോലീസുകാരെന്താ ചെയ്യാ? അവർക്കൊന്നും മനസ്സിലാവില്ല, അവര് നമ്മളെ പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ്, കുപ്പായം വേറിട്ടേ ഉള്ളൂ. അവര് വിരലടയാള വിദഗ്ധന്മാരെ കൊണ്ടുവരും വേറെ, അവരാണ് വന്നു നോക്കുക. അവര് വന്നു കണ്ട് ലെൻസും ഒക്കെ വെച്ച് നോക്കിയാല് ഈ കള്ളം പിടിച്ച സ്ഥലത്തൊക്കെ അടയാളുണ്ടോ? നമ്മൾക്കൊന്നും കാണൂലല്ലോ.